അതെ, എന്താ പരിപാടി? ഞാനിവിടെ കുക്കമ്പർ ഉണ്ടല്ലോ, അത് വിളവെടുക്കാണ്. അതായോ? ഇതായില്ലേ? തന്ന് ഇത്രക്കായി? ഇതിപ്പോ ഇനിയിപ്പോ ഇതാണ്ട മഞ്ഞ ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു കൂടി തോന്നുന്നു, മൂപ്പ് കൂടി തോന്നുന്നു. ആദ്യത്തെയാണ് കേട്ടോ, ആദ്യത്തെ സാധനമാണ് കുക്കമ്പർ. പിന്നെ ഉണ്ടായിട്ടുണ്ട്, ഇതാണ് ആദ്യത്തെ സാധനം, ആദ്യം ഉണ്ടായ കുക്കമ്പറാണ്. പിന്നെ ഇതാ കണ്ടോ, ഇവിടെയൊക്കെ വലുതായിക്കണ്. കണ്ടോ ഇവിടെ വലുതായി നിൽക്കുന്നത്. പിന്നെ ഇതാ ചെറിയ കുക്കുംബർ അല്ലേ, അതാണ് സംഭവം. സൗദിയിലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ കുക്കുംബർ ഇതാ കണ്ടോ, തൊട്ടാ ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കും. വേറൊരു വിധത്തിലാ. ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട്, അവിടെ കുറെ ഉണ്ടായിക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് ആയിട്ടുള്ളത്. താഴെയൊക്കെ കണ്ടതാ. ഇത് നമ്മളെ സൗദിയിലൊക്കെ നമ്മള് അന്ന് ഉപ്പിലിട്ട് ആ കുക്കുംബറല്ലേ, ഞങ്ങളൊന്നും കഴിച്ചോക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ട്. ഇത് മുള്ളുണ്ടല്ലേ മുകളില്, ചെറിയ വലുതാവേണ്ടിയായിരിക്കും, അറിയില്ല. എന്തായാലും ഫസ്റ്റത്തെ വിളവെടുപ്പില് ഇവിടെ കുറെ കൃഷികളൊക്കെ നട്ടിട്ടുണ്ട്. അതിലിപ്പോ സക്സസ് ആയി ഫസ്റ്റ് വന്നിട്ടുള്ളത് കുക്കുംബർ കേട്ടോ. കട്ടയിട്ട് അടിപൊളി മണൊക്കെ ഉണ്ടേ, നല്ലണോ. ഞാൻ നടു ചീന്തിട്ട് കാണിച്ചു തരാം, അതിന്റെ ഉള്ളൊക്കെ കറക്റ്റ്. നല്ലോണം കുരുവൊക്കെ ഉണ്ട് അല്ലേ, രസമുണ്ടോ? സൂപ്പറാ. നല്ല മയം ചേർക്കാത്ത നല്ല ഒറിജിനൽ കുക്കുംബർ. വെള്ളമൊക്കെ നോക്കി, നല്ല കുരുവൊക്കെ ഉണ്ട്. തിന്നട്ടെ? അങ്ങോട്ട് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടപ്പോഴേ കഴിക്കും എല്ലാവരും പറഞ്ഞു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. അതാണ് ഞങ്ങൾ നിങ്ങളുമായി ഇത്രയും ഒരു മാസം തൊട്ട് കഷ്ടപ്പെട്ടുള്ളൂ, അതിനൊരു അടിപൊളി സംഭവം അല്ലേ, രസമില്ലേ? ഇതിന്റെ കുരു എടുത്തേക്കായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ പോകുമ്പോ, ഇവിടെ പോകുമ്പോ, കാശ്മീർ പോകുമ്പോ ഇങ്ങനെയല്ലേ ആൾക്കാർ കൊണ്ടുവന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. രസമുണ്ടോ? അവിടെ ഞാൻ കഴിച്ചോട്ടെ, തൊള്ളയിലൊക്കെ വേണം. ഒറിജിനൽ ഓർഗാനിക് ആണ് മാത്രം തീർക്കല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതിന് നല്ലൊരു സന്തോഷം.